പ്രജിതേ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ കണക്കുകൾ ചോദിച്ചുകൊണ്ട് AG വന്നിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നതിൽ അർഹതയില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ എത്രയോ തവണ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നു. നിയമസഭയിലൊക്കെ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹം വഴുതി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിനും 26 തവണ അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതും അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, നോർവേ, ക്യൂബ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലേക്കാണ് അദ്ദേഹം ഓരോ ആഗ്രഹങ്ങൾ തീർക്കുകയല്ലേ. അദ്ദേഹത്തിനും പല ആഗ്രഹങ്ങളൊക്കെ കാണാം. വിദേശയാത്ര അങ്ങനെയല്ലേ. അദ്ദേഹം ഉത്തമനായ കുടുംബസ്ഥനാണ്. അപ്പൊ പോകുമ്പോ ഭാര്യയും മക്കളെയും ചെറുമകനെയും ഒക്കെ കൊണ്ടുപോകും. ചേട്ടൻ അസൂയപ്പെടുന്നതിലൊന്നും കാര്യമില്ല. അദ്ദേഹത്തെ പോലെ ആവാൻ നമുക്കൊന്നും പറ്റില്ല. ചേട്ടൻ അസൂയൊന്നുമില്ല. ചേട്ടൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. അത് പോകുന്നത് എന്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണം എടുത്തോണ്ടാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ പ്രാപ്തനാണല്ലോ. ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തനായതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്തു. അദ്ദേഹം ഇതുവരെ ചോദിച്ചതിൽ നിന്നെല്ലാം വഴുതി മാറി. ഇപ്പൊ അക്കൗണ്ട് ജനറൽ നേരിട്ട് ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനും കൃത്യമായ ഉത്തരം കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും. ഇതില് അമേരിക്കയിൽ മാത്രം 5 തവണയായി അദ്ദേഹം പറഞ്ഞു. 87 ദിവസമാണ് പിണറായി അമേരിക്കയിൽ തങ്ങിയത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ അവിടെയായിരുന്നു. അപ്പൊ 8 തവണ UAE പറന്നു എന്ന് പറയുന്നുണ്ട്. ആ യാത്രയിലൊക്കെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ അദ്ദേഹത്തെ അനുഗമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരിവാര സമേതമാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതിലൊക്കെ എന്ത് പറയാനാണ്? എന്തെങ്കിലും ഒരു തെറ്റ് പറയാന്ന് തെറ്റാണ്. പക്ഷേ അതിനെ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ ആർക്ക് കഴിയും? പ്രജിത, ഏത് തരത്തിൽ തെറ്റെന്ന് ചോദിക്കാൻ എനിക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. തെറ്റാണ് എന്ന് ഏത് തരത്തിൽ തെറ്റെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ തെറ്റല്ലാതാകുന്നത് എങ്ങനെയെന്നറിയോ? അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം, അത് ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ ഇതേപോലൊരു സ്ഥാനത്തിരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന അവസരം അത് ആരോഗ്യകാര്യത്തിൽ അദ്ദേഹം വിനിയോഗിക്കുന്നതിൽ തെറ്റില്ല. ആരോഗ്യകാര്യത്തിൽ അദ്ദേഹം പോട്ടെ. അതാണ് കപ്പിത്താനാണല്ലോ. അതെ, കപ്പിത്താന്റെ അസുഖത്തിന്റെ ചെലവ് കേരളം വഹിക്കണമല്ലോ. അപ്പോ അദ്ദേഹം പോട്ടെ, അതിന് നമുക്ക് പറയുന്നില്ല. ബാക്കി പോയതൊക്കെയോ? അല്ല, ഇതിനകത്ത് ഇത്രയും പറയുമ്പോൾ ബാക്കി പോയ കണക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കിതിലൊരു പൊതുവിലൊരു കാര്യം പറയേണ്ടി വരും. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു 4-5 സർക്കാർ ഒക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായത്. കരുണാകരൻ സർക്കാർ മുതൽ നമുക്ക് ഇങ്ങോട്ട് അറിയാം. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ള നയനാരും VS-ഉം ഈ തുടങ്ങിയവരൊക്കെ തന്നെ എത്ര വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അന്ന് പാർട്ടിക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇത് ഭരണം പാർട്ടിയാണ്, CPM ആണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങളുണ്ട്. എന്തിനു പോകണം? അതിനാദ്യം ഗവൺമെന്റിന്റെ സാങ്ഷൻ മുമ്പ് പാർട്ടിയുടെ സാങ്ഷൻ വേണം. എൻ്റെ അറിവിൽ നയനാർ മൂന്നാമതൊരു തവണ മുഖ്യമന്ത്രിയായപ്പോൾ ബ്രേക്കില്ലാത്ത കുറേ ചെയ്ത്തുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബ്രേക്കില്ലാത്ത കുറേ പ്രവണതകൾ, സംസാരം പോലും കൺട്രോൾ ഇല്ലായിരുന്നു. അത്തരത്തിലേക്കൊരു രീതിയിലേക്കാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരിക്കുന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാര്യം ഇതിനെല്ലാം കാരണം എന്തെന്നറിയോ പറയുന്നത്? ഇതിനകത്ത് നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചോ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥർ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ പലതും പറയേണ്ടി വരും. ഓരോ സ്ഥലത്ത് ഇപ്പൊ നന്ദകുമാർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദല്ലാൽ നന്ദകുമാർ. ഈ ദല്ലാൽ നന്ദകുമാറിനെയൊക്കെ എങ്ങനെയാ EP ജയരാജന് പരിചയം? സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ കാര്യങ്ങളിൽ ഇതേപോലത്തെ ദല്ലാളുമാരുണ്ട്. ഏറ്റവും നല്ല ജഡ്ജിയെ കൊടുക്കുന്നതിൽ പിന്നെ നമുക്ക് പറയുന്നതിന് ഒരുപാട് പരിമിതികളുള്ള കേസുകൾ വരെ ദല്ലാളുമാരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ദല്ലാളുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഉപജാപ വൃന്ദങ്ങൾ, ഏത് മന്ത്രിയുടെ ഓഫീസിലും ഒരു വിദേശയാത്ര തരപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രോക്കർ വരുന്ന പോലെയാണ് വരുന്നത്. മന്ത്രി ബാലഗോപാലിൻ്റെ ഓഫീസിലേക്ക് ഒരു ബ്രോക്കർ വരുന്ന പോലെയാണ് വരുന്നത്. ഒരു വിദേശയാത്ര തരപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി. നമുക്ക് പോയാലോ? പോയെന്ന് അടിച്ച് കറങ്ങിയിട്ട് വരാം. എങ്ങനെ പോകൂടെ? അത് നമ്മൾ ഇന്ന കാരണങ്ങൾ പഠിക്കാൻ പോകണം, ഇരിക്കാൻ പോകണം, അല്ലെങ്കിൽ നടുവ് നിവർത്താൻ പോകണം, വളയ്ക്കാൻ പോകണം, ഒടിക്കാൻ പോകണം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കോ എനിക്കോ ഈ കേരള സമൂഹത്തിനോ ഇവരുടെയൊക്കെ വിദേശയാത്ര കൊണ്ട് എന്തുണ്ടായി? നമ്മളീ പോയ വിദേശയാത്രയുടെ കണക്കുകൾ പറഞ്ഞ് ഞാനും നിങ്ങളും കൂടെ ഇത്രയും സംസാരിക്കുമ്പോൾ താഴെ ഒരു കമൻറ്റ് വരും, നിനക്കൊന്നും വേറെ പണിയില്ലേന്ന് ചോദിക്കും. സത്യമാണ്, നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ജനം അറിയേണ്ട ഒരു കാര്യമാണ്. ഇത് ആരെങ്കിലുമൊക്കെ പറയണം. ഇത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. 26 തവണയാണ് അദ്ദേഹം പോയിരിക്കുന്നത് വിദേശത്ത്.
അതിൽ അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം പോയത് മാറ്റിവെക്കാം, നമുക്ക് പോട്ടെ. ചികിത്സാർത്ഥം പോയത് മാറ്റിവെച്ചിട്ടാണെങ്കിലും നമുക്ക് പറയുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ഇത് അവിടെയാണ് പറയുമ്പോൾ എന്നല്ലേ, പറയുന്നതിന്റെ മാന്യത എന്നല്ല, ഇത് ചെയ്തതിന്റെ ഉളുപ്പിനെ കുറിച്ചുകൂടെ നമ്മളോട് പറയണം. ഇത് ചെയ്തതിന്റെ ഉളുപ്പ് നമ്മൾ നിങ്ങളോട്, അതായത് നിങ്ങൾ ഈ പറയുന്ന മന്ത്രിസഭയോട്, മുഖ്യമന്ത്രിയോട്, പോയ മന്ത്രിമാരോട്, സർ ബാലഗോപാൽ സർ, അല്ലെങ്കിൽ സർ രാജീവ് സർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, നിങ്ങൾ പോയ ഈ യാത്രയിൽ നിങ്ങൾ അവിടെ പോയി കണ്ട ശേഷം ആരെ കണ്ടു, എന്ത് നേട്ടം ഈ സർക്കാരിനുണ്ടായി, എന്ത് നിങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തു, എന്ത് 10 രൂപ സർക്കാരിന് കിട്ടി, ഖജനാവിലേക്ക് എന്ത് നേട്ടം ഉണ്ടായി, എത്ര യുവജനങ്ങൾക്ക് ജോലി കിട്ടി, ഇത് പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇത് പറയാൻ അവര് ബാധ്യസ്ഥരാണ്. അതുപോലെ ഇത് ചോദിക്കാൻ പ്രതിപക്ഷവും ബാധ്യസ്ഥരാണ്. പ്രതിപക്ഷത്തിനെ കൊണ്ട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ അടുപ്പിൽ ചുരുട്ടുകൂട്ടി കത്തിച്ച് കളാം പ്രതിപക്ഷത്തിന്. ഏത് പ്രതിപക്ഷം? അല്ല ഇവ ഈ പറഞ്ഞിടക്ക് ഇന്നിരുന്ന് നനഞ്ഞ പടക്കം പോലെയാണ് സതീശൻ സംസാരിക്കുന്നത്. ഇതൊക്കെ നാണമില്ലേ സംസാരിക്കാനായിട്ട്? പേടിയാണ് സതീശനൊക്കെ. പേടിയോ? ഇത് കഴിഞ്ഞ അല്ല, സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിരി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ കണ്ടതാ. ആ സന്തോഷം എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് സമയത്തിൽ എല്ലാം വ്യക്തമല്ലേ? എന്നെ ആരും കൊത്താൻ വരില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അത്രയധികം അറിയില്ല എന്ന് തന്നെ വയ്ക്കുക. പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണ്, രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഇവിടെ ഉയർത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് ഐക്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയോ? കഴിഞ്ഞ ടൈമിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറി, എന്നെ മാറ്റി സതീശൻ വന്നു, ഞാൻ വല്ലതും പറഞ്ഞു? അദ്ദേഹം ചോദിക്കോ ഞാൻ വല്ലതും പറഞ്ഞു? ചെന്നിത്തല. അപ്പൊ അവർ തന്നെ ഒരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിന്റെ പോക്കാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നതെല്ലാം കോംപ്രമൈസാ. ഇദ്ദേഹം ഇരുന്നുകൊണ്ട് പറയും. ഞാൻ ചോദിക്കട്ടെ, ചെന്നിത്തല എത്രയോ കാര്യങ്ങൾ പഠിച്ച് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇക്ഷ വരയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ? പ്രജിത, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് ഇതെല്ലാം കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ ഡേറ്റാസ് കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അത് പറയാൻ പ്രസന്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. എന്നിട്ട് കോൺഗ്രസ് എടുത്ത തീരുമാനമാണ്. അത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന CPM പോലും പ്രതീക്ഷിച്ചില്ലല്ലോ അവർ രണ്ടാമതൊരിക്കൂടെ ഭരണത്തിൽ വരുന്നു. പാർട്ടി അണികൾ പ്രതീക്ഷിച്ചില്ലല്ലോ വരില്ലെന്ന്. കാര്യം സ്വർണ്ണ കള്ളക്കടത്ത് അല്ലാതെയുള്ള എത്ര കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പുറമേ നിന്ന് സംസാരിക്കുമ്പോൾ കേട്ടതാണ്, ഈ ദുരന്തം വെച്ച് മന്ത്രിയാകുന്ന, അതല്ലെങ്കിൽ വീണ്ടും ഒരു മന്ത്രി ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാൻ പറ്റുന്ന അത്രത്തിൽ ഒരു ഭാഗ്യമുള്ള കാര്യം. ദുരന്തമാണ്, നാടിനെ നടുക്കുന്ന ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ദുരന്തം ഉണ്ടാവുകയും അതിനെ വെച്ച് ഭരണത്തിൽ വരികയും ചെയ്യുന്ന അത്തരത്തിലൊരു ഭാഗ്യം സിദ്ധിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് വേറൊന്നുമല്ല, പ്രീതയ്ക്ക് അത് ഞാൻ പറഞ്ഞുതരാം. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സംഘടനയുണ്ട്. ഒരു ചട്ടക്കൂടുണ്ട്. ഈ മനുഷ്യൻ 15 കൊല്ലം, അങ്ങനെ പറയാം, മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ, ഈ മനുഷ്യൻ 15 കൊല്ലം തെറ്റില്ലാന്ന് നമ്മൾ പറയാം. ചേട്ടന് കേസ് വന്നാൽ നമുക്കൊന്നും പറയാം. അതെ, അദ്ദേഹം 15 കൊല്ലം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. 15 കൊല്ലം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു സംഘടനാ രീതിയുണ്ട്. ആ സംഘടനാ രീതിയെക്കുറിച്ചെല്ലാം അറിയാം. ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, അങ്ങനെ കേരളം മൊത്തമുള്ള എല്ലാ കാര്യങ്ങളും നോക്കിപ്പോയ ഒരു പാർട്ടി സെക്രട്ടറി എന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. CPM പറയുന്ന പാർട്ടി ഈ പറയുന്ന മഴയും കാര്യങ്ങളും കോവിഡും ഒക്കെ ഉണ്ടായപ്പോൾ അവരങ്ങനെ ആ രീതിയിൽ ആ ചട്ടക്കൂടി വന്നതുകൊണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ആയപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് കോൺഗ്രസിന്റെ പരാജയം. കോൺഗ്രസ് ആണെങ്കിൽ മനുഷ്യൻ പുഴുക്കൾ ചത്ത് വീഴുന്ന പോലെ ചത്ത് വീണെന്ന് ആൾക്കാർ പറഞ്ഞു. അവിടെ പിണറായി വിജയൻ വിജയിച്ചു. സംഘടനാ രീതി അനുസരിച്ച് അദ്ദേഹം ചെയ്തു. ഇപ്പം നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ. പണ്ട് കോൺഗ്രസ് മന്ത്രിമാരാണ് ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിരുന്നത്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. തമാശ രൂപമാണ് കൃഷ്ണൻകുട്ടി, സ്ഥലത്തെ പ്രധാന പൈൻസ് എന്ന സിനിമയിൽ കൃഷ്ണൻകുട്ടി നായർ ചെയ്തൊരു കഥാപാത്രം വിദേശത്ത് പോയി മീൻ വിഴുങ്ങാൻ പോയിട്ടൊക്കെ വരുന്ന രംഗവും കസേര ഉണ്ടെന്ന് സംശയമുണ്ട്. കമലച്ചേട്ടത്തെ പോലെ ഭാര്യ വരുന്നു, ലളിതശ്രീയാണ് ഭാര്യ ഒരു ചാക്കും ഇദ്ദേഹം ഒരു ഇറുക്കിലും. അപ്പോൾ ഇതേപോലെയുള്ള രംഗങ്ങളൊക്കെ കൂടുതലും കോൺഗ്രസ് മിനിസ്ട്രിയുടെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ഇവിടുത്തെ DYFIക്കാരായിരുന്നു ഇംഗ്ലോ വിളിച്ചു വരുന്ന മന്ത്രിമാരാണ്. ഇവരൊക്കെ ഇംഗ്ലോ വിളിക്കുകയും വഴി തടയുകയും അടി വാങ്ങിക്കുകയും തല പൊട്ടുകയൊക്കെ ചെയ്ത് ഇന്ന് അതിന്റെ പ്രതിഫലമായി മന്ത്രിയായി. അപ്പോൾ അവർ മന്ത്രിയായി ഇപ്പൊ ഇരിക്കുന്ന അവസരത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭയെക്കാളും കഴുപ്പണം കെട്ട രീതിയിലാണ് ഈ കേരളത്തിലെ മന്ത്രിസഭ പോയിരിക്കുന്നത്. അപ്പൊ ഈ ജയരാജനെ പോലുള്ളവർ ചോദിക്കും, ഞങ്ങൾ എന്നും കട്ടൻ ചായയും പരിപ്പോടിയും മാത്രം കഴിച്ചാൽ
മന്തി കഴിച്ചോട്ടെ. ആവട്ടെ. അപ്പം നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ. സാർ, നിങ്ങൾ വോട്ട് ചോദിച്ച് പോകുന്ന അവസരത്തിൽ പഴയ 70 കൊല്ലങ്ങൾക്കുമുള്ള ചരിത്രം പറഞ്ഞ് വോട്ട് ചോദിക്കരുത് സാർ. നിങ്ങൾ ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കണം സാർ. അത്ര മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ ചോദിക്കാനുള്ളൂ, പറയാനുള്ളൂ.